അസ്സലാമലൈക്കും. എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ബീഫാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് കറിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ഒരേ ടൈമിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായി ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിലോട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ഇടാം. മുളക് പൊടി, ഗരം മസാല അല്ല, മുളക് പൊടിയും ഇറച്ചി മസാലയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് റോ ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളവർക്ക് അങ്ങനെ ഇടാം. ഞാൻ പൊടിയാണ് യൂസ് ചെയ്തത് കേട്ടോ. അതങ്ങനെ ഫ്ലെയിം ഭയങ്കര സിമ്മിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ആ മസാല വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് ബീഫും അതിൻ്റെ ഇത്രത്തോളം വെള്ളവും അതിലോട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിപ്പൊടിയും കുറച്ച് ഇഞ്ചിപ്പൊടിയും ഇതൊക്കെ റോ ആയിട്ടുള്ളവർക്ക് റോ ആയിട്ട് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എൻ്റെ പൊടി അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ ഇട്ടോ. ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മസാലയില്ലേ, ആ മസാലയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. എന്താ പറയുക, നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കിട്ടും. എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-8 വിസിൽ വരണം കേട്ടോ. പിന്നെ ഓരോ കുക്കറിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതെങ്ങനെയാണോ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 5-7 വിസിലോടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മസാല ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു 6 വിസിൽ കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ കണ്ടോ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പാൻ വെച്ചിട്ട് ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുക്കറിൻ്റെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന നെയ്യില്ലേ, എണ്ണ, അങ്ങനെ തെളിഞ്ഞ എണ്ണ നെയ്യൊന്ന് ഇതിലോട്ട് ആദ്യം മാറ്റി ഗ്യാസ് ഓണാക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട്, എന്നിട്ട് എനിക്ക് ഫ്രൈ ആക്കാനുള്ള പീസസ്, അതൊന്ന് എല്ലില്ലാത്ത പീസസ് ഇല്ലേ ബീഫിൻ്റെ, അത് ഈ ഒരു പാനിലോട്ട് ഇടാം. അങ്ങനെ ആവശ്യമുള്ള പീസൊക്കെ എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഡ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ കറിയൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കറിയും ബീഫ് ഫ്രൈയും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുക. ടൈമും ലാഭമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ കണ്ടോ, ഇത് ഞാനിങ്ങനെ വറ്റിച്ച് ലാസ്റ്റ് ആയപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് കിട്ടുക. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലാസ്റ്റ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ പുട്ടിലോട്ട് കണ്ടോ ബീഫ് കറിയും ബീഫ് റോസ്റ്റും. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.